നമുക്കൊപ്പം കാസർഗോഡ് നിന്നും അർജുൻ ഹേമയുണ്ട്. റിയാസ് മൗലവി വധക്കേസ് വിവാദമായിരുന്നു. റിയാസ് മൗലവി വധക്കേസിൽ വിധി പറഞ്ഞ ജഡ്ജിക്ക് സ്ഥലം മാറ്റം എന്നൊരു വാർത്തയുണ്ട്. ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി കെ ബാലകൃഷ്ണനെയാണ് ആലപ്പുഴ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. മദ്രസ അധ്യാപകനായിരുന്ന റിയാസ് മൗലവിയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടുകൊണ്ടുള്ള വിധി വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു എന്ന് മാത്രവുമല്ല, അതിൽ DNA ടെസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളുടെ പരിശോധനയുണ്ടായിട്ട് പോലും ഫോറൻസിക് തെളിവുകൾ പോലും ജഡ്ജി വേണ്ട വിധം കേട്ടില്ല എന്നായിരുന്നു എന്ന് പ്രോസിക്യൂഷൻ ഉയർത്തിയിരുന്ന പ്രധാനപ്പെട്ട ആരോപണം. അതിനുശേഷമാണ് ഇപ്പോൾ ജഡ്ജിക്ക് സ്ഥാനചലനം ഉണ്ടായിരിക്കുന്നത്. നമുക്കൊപ്പം അർജുൻ ഹേമ ചേരുന്നു. അർജുൻ ഹേമ, സ്ഥാനചലനം റിയാസ് മൗലവി വധക്കേസിലെ വളരെ കുപ്രസിദ്ധമായ വിധിയെന്ന് അല്ലെങ്കിൽ വിവാദമായ വിധിക്ക് ശേഷമാണ്. അപ്പോൾ വിധിയെ തുടർന്നാണ് സ്ഥലം മാറ്റം എന്ന് നമുക്ക് പറയാം, അല്ലേ അർജുൻ ഹേമ? അരുൺ, അത്തരത്തിലുള്ള ഒരു സൂചന നിലവിൽ ലഭ്യമാകുന്നില്ല. കാരണം കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 10-നാണ് അദ്ദേഹം കാസർഗോഡ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജിയായി നിയമിതനാകുന്നത്. തുടർന്ന് അന്ന് തന്നെ അദ്ദേഹം ഒരു സ്ഥലം മാറ്റത്തിന് ആവശ്യപ്പെട്ടു എന്നും നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. എറണാകുളം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു സ്ഥലം മാറ്റത്തിനായിരുന്നു അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. എന്നാൽ ആലപ്പുഴ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജിയായാണ് നിലവിൽ നിയമിതനായിരിക്കുന്നത്. അന്ന് തന്നെ അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു സ്ഥലം മാറ്റത്തിന് അപേക്ഷ നൽകിയിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുൻപാണ് കാസർഗോഡ് റിയാസ് മൗലവി വധക്കേസിൽ ജഡ്ജിയായ കെ ബാലകൃഷ്ണൻ വിധി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം അന്ന് തന്നെ, അതായത് ആ വിധി വന്നതിന് ശേഷം തന്നെ അദ്ദേഹത്തിന് സ്ഥലം മാറ്റം ഉണ്ടാകുമെന്നുള്ളൊരു സൂചന തന്നെ ലഭ്യമായിട്ടുണ്ടായിരുന്നു. ഏതായാലും നിലവിൽ ജഡ്ജിയായി നിയമിതൻ ആയിരിക്കുന്നത് ജില്ലാ ജഡ്ജിയും കമ്പ്യൂട്ടർ IT വിഭാഗം രജിസ്ട്രാറുമായ G ഗോപകുമാറിനെയാണ് നിലവിൽ കാസർഗോഡ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജിയായി നിയമിതൻ ആയിരിക്കുന്നത്. ഇതിൽ നേരത്തെ തന്നെ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റ് അത്തരത്തിലുള്ളൊരു സൂചനകളൊന്നും കേസുമായി ബന്ധമൊന്നുമില്ല എന്നാണ്, ഈ ഒരു സ്ഥലമാറ്റത്തിന് അത്തരത്തിലുള്ള ബന്ധമൊന്നുമില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും വലിയൊരു വിവാദമായിട്ടുള്ളൊരു കേസായിരുന്നു. അതിൽ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ പ്രതികളെയും വെറുതെ വിട്ടുകൊണ്ടുള്ള ഒരു കോടതി നടപടിയിലേക്കാണ് കടന്നിട്ടുണ്ടായിരുന്നത്. അതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് കാര്യം 7 ജഡ്ജിമാർ ഈ കേസ് വാദം കേൾക്കുകയും പരിഗണിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നിരവധി തവണ ഈ കേസ് മാറ്റിവെക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. അതിനുശേഷം കെ ബാലകൃഷ്ണൻ 8ാമത്തെ ജഡ്ജിയാണ് ഈ കേസ് പരിഗണിക്കുന്നത്. അതിനുശേഷമാണ് വിധി പറയുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നത്. കഴിഞ്ഞ 2 ആഴ്ച മുൻപാണ് വിധി പറഞ്ഞത്. അതിനുശേഷം അദ്ദേഹത്തിന് ഇതാ സ്ഥലം മാറ്റം ലഭിക്കുന്ന സാഹചര്യത്തിലേക്ക് പോവുകയായിരുന്നു. ആലപ്പുഴ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജിയായാണ് അദ്ദേഹത്തിന് സ്ഥലം മാറ്റം ലഭിച്ചിരിക്കുന്നത്. അരുൺ. ഓക്കെ, അർജുൻ ഹേമയാണ് കാസർഗോഡ് നിന്നും വിവരങ്ങൾ നൽകിയത്. റിയാസ് മൗലവി വധക്കേസിൽ വിധി പറഞ്ഞ ജഡ്ജി കെ ബാലകൃഷ്ണനെ ആലപ്പുഴ പ്രിൻസിപ്പൽ സെഷൻ കോടതിയിലേക്ക് മാറ്റിയിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ അർജുൻ ഹേമ നൽകിയത്.